നമസ്കാരം. നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് ടൂൾസുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലിനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ലൈബ്രറി ബിൽഡർ എന്ന ഒരു ടൂളാണ്. വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു കളക്ഷൻ ഓഫ് അസംബിൾഡ് ഒബ്ജക്റ്റ് ഫയൽസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അസംബ്ലറിനെ കുറിച്ച്. അസംബ്ലറിൽ 2 ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒബ്ജക്റ്റ് ഫയലും മറ്റൊന്ന് ലിസ്റ്റ് ഫയലുമാണ്. അതിൽ ഒബ്ജക്റ്റ് ഫയലിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെഷീൻ കോഡ്സ് തന്നെയാണ്. അപ്പോൾ ആ മെഷീൻ കോഡ്സാണ് ഒബ്ജക്റ്റ് ഫയലിലുള്ളത്. അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഫയലുകളുടെ ഒരു കളക്ഷനാണ് ലൈബ്രറി ബിൽഡറിൽ ഉള്ളത്. അപ്പോൾ അതിൽ കുറേ ലൈബ്രറി ഫയലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ചില പ്രൊസീജിയേഴ്സ് നമുക്ക് ഫ്രീക്വൻ്റ്ലി നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വലിയൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അങ്ങനെ വീണ്ടും ഉപയോഗിക്കുന്നത് വീണ്ടും നമ്മൾ കോഡ് ചെയ്യാതെ ആ ലൈബ്രറിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈബ്രറിയിൽ നിന്ന് ആ ഫയലിനെ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ മാത്രം ലിങ്ക് ചെയ്യുമ്പോൾ കോളിംഗ് എന്നുള്ള പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ അല്ല ഇവിടെ വരുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ലൈബ്രറി ഫയലുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എപ്പോൾ ലിങ്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഫയലിലുള്ള പ്രൊസീജിയേഴ്സിനെയാണ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നത്. അതിനകത്തുള്ള ഓപ്പറൻസിന് നമുക്ക് ആവശ്യമില്ല. ഓപ്പറൻസ് അത് വേറെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് അവിടെ ഉപയോഗിച്ച് അതേ പ്രൊസീജിയേഴ്സിന് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യാതെ നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാതെ പ്രോഗ്രാമിൻ്റെ വലിപ്പവും അധികം കൂടാതിരിക്കാൻ വേണ്ടി നമ്മളെ ഒരുപാട് സഹായിക്കുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ടൂളാണ് ലൈബ്രറി ബിൽഡർ. ഇതൊരു സോഫ്റ്റ്വെയർ ടൂളാണ്. അതിനുശേഷം വരുന്നതാണ് ലിങ്കർ. അപ്പോൾ ലിങ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പ്രോഗ്രാമിംഗ് ലാബിലെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്താണ് ലിങ്കർ എന്ന്. അവിടെ നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ലിങ്കറുമായിട്ട് ബന്ധപ്പെട്ടാണ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതൊരു സോഫ്റ്റ്വെയർ ടൂളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ റീലൊക്കേറ്റബിൾ ഒബ്ജക്റ്റ് ഫയൽസ് ഓഫ് എ പ്രോഗ്രാം മൊഡ്യൂൾ ആൻഡ് ലൈബ്രറി ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയൽ. അതായത് നമ്മൾ ഒബ്ജക്റ്റ് ഫയലുകളുടെ കാര്യം പറഞ്ഞു. അതുകൂടാതെ അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റ് ഫയലുകളുടെ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെയും ലൈബ്രറി ഫങ്ഷൻസിനെയും എല്ലാം കൂടെ നമുക്ക് ഒറ്റയൊരു ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ലിങ്കർ. അപ്പോൾ നമ്മൾ ലൈബ്രറി ബിൽഡർ ഉപയോഗിച്ച് ഒരുപാട് ഫയലുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരൊറ്റ ഫയലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്കർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടാസമിൽ നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ലിങ്ക് സ്പേസ് ആ ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നില്ല. While developing a program for a particular application, it is much more efficient to develop the program in modules. അപ്പോൾ ഒരു വലിയ പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെയല്ല, കുറേ കൂടെ വലിയ ആപ്ലിക്കേഷൻ ലെവലിൽ വലിയ പ്രോഗ്രാമുകളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ അത് കുറേ മൊഡ്യൂൾസ് കുറേ പല ചെറിയ മൊഡ്യൂൾസായിട്ട് ചെറിയ പ്രോഗ്രാംസായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെനിഫിറ്റ്. കാരണം വലിയൊരു പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡീബഗ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ പ്രയാസം ഒഴിവാക്കാനായിട്ട് നമ്മൾ അത്തരത്തിലുള്ളതിനെല്ലാം ചെറിയ മൊഡ്യൂൾസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. The entire task of the program can be divided into small tasks and procedures for each task can be developed individually. അതായത് അതിലുള്ള ഒരുപാട് ടാസ്കുകൾ കാണുമല്ലോ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ. അപ്പോൾ അതിനെല്ലാം ഡിവൈഡ് ചെയ്ത് ചെറിയ ടാസ്കുകളാക്കി ആ ടാസ്കുകളെയൊക്കെ പ്രത്യേകം നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീസ് പ്രൊസീജിയേഴ്സ് ആർ കോൾഡ് പ്രോഗ്രാം മൊഡ്യൂൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ ഫയലുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാംസ് ആക്കി ഒരു വലിയ പ്രോഗ്രാമിനെ മാറ്റി അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഓരോ ഫയലിനും പറയുന്നത് പ്രോഗ്രാം മൊഡ്യൂൾ എന്നാണ്. ഫോർ എ സർട്ടൻ ടാസ്ക് വി ക്യാൻ യൂസ് ലൈബ്രറി ഫയൽസ്. നമുക്ക് അവിടെ തന്നെ വേറെ അഡീഷണൽ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് ലൈബ്രറി ഫയൽസ് നമുക്ക് ഉപയോഗിക്കാം. ഈച്ച് മൊഡ്യൂൾ ക്യാൻ ബി ഇൻഡിവിജ്വലി അസംബിൾഡ്, ടെസ്റ്റഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ മൊഡ്യൂളിനെയും നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിനെ അസംബിൾ ചെയ്യാം, അതിനെ ഡീബഗ് ചെയ്യാം, അതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, അതിനെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ വലിയ പ്രോഗ്രാമിനെ ചെയ്യുന്നത് വളരെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കി ചെറിയ ഫയലുകൾ മാത്രം ചെയ്ത് എല്ലാം കറക്റ്റാക്കി അതിനുശേഷം ഇതിനെല്ലാം കൂടെ പരസ്പരം ലിങ്ക് ചെയ്ത് ഒരൊറ്റ ഫയലാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് ലിങ്കറിൻ്റെ പേര് ലിങ്ക് എന്നാണ്. പിന്നെ ബോർലാങ് ടർബോ ലിങ്കർ ലിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത്
ടാസമാണ്. അപ്പോൾ ടാസത്തിൽ ഉപയോഗിക്കുന്ന ആ ടൂളാണ് T-Link. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ T-Link എന്ന് പറഞ്ഞ കമൻറ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഒരൊറ്റ ഫയലായിട്ട് മാറ്റുന്നു. അടുത്തത് ഡീബഗർ. ഇപ്പോൾ ഡീബഗർ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. അതൊരു സോഫ്റ്റ്വെയർ ടൂളാണ്. നമ്മൾ പ്രോഗ്രാം എല്ലാം നമ്മൾ ചെയ്തു, അതിനുശേഷം അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഡീബഗർ. അപ്പം ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഒന്നുകിൽ സിംഗിൾ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, മറ്റൊന്ന് ബ്രേക്ക് പോയിൻറ്റ് മോഡ് ഉപയോഗിച്ചിട്ടും എക്സിക്യൂട്ട് ചെയ്യാം. സിംഗിൾ സ്റ്റെപ്പ് വഴി എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാബിൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അപ്പോൾ ആ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകളിലൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ഫ്ലാഗ് രജിസ്റ്ററിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഓരോന്നും കണ്ടപ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് തിരുത്താവുന്നതാണ്. അപ്പോൾ അതാണ് സിംഗിൾ സ്റ്റെപ്പ്. അപ്പോൾ അതേസമയം ഇപ്പം ഒരു 500 1000 ഒക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലോ, വലിയൊരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലോ 500 തവണയൊക്കെ നമുക്കിങ്ങനെ F8 പ്രസ് ചെയ്ത് അതിന് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് ഒരു ബ്രേക്ക് പോയിൻ്റ് കൊടുക്കും. അപ്പോൾ അത്രയും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അതുവരെയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള രജിസ്റ്ററുകളുടെയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ അവിടെ ഒരു എററും ഇല്ല എങ്കിൽ, എറർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ മാത്രം നമുക്ക് എറർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് കഴിയുമ്പം ബ്രേക്ക് പോയിൻറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റൊരു പോയിൻറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് വീണ്ടും അവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. തെറ്റുണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നു, അതിനെ ഡീബഗ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഡീബഗർ. ദ ഡീബഗർ അലൗസ് ദ ഡിസൈൻ ടു ലുക്ക് അറ്റ് ദ കണ്ടൻസ് ഓഫ് രജിസ്റ്റേഴ്സ് മെമ്മറിയിലൊക്കെ. ഇപ്പോൾ നമുക്ക് ആ രജിസ്റ്ററുകളും അതിലുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്കത് നോക്കി പരിശോധിച്ചതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാബിൽ അതൊക്കെ ചെയ്തതാണ്. അതിൽ ഫ്ലാഗ് രജിസ്റ്ററുകളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. Some debuggers allow the user to stop execution after each instruction so that the memory register content can be checked or altered. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷനിൽ വെച്ചും നമുക്ക് മെമ്മറികളിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് തിരുത്താനും പറ്റും. എറർ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും സാധിക്കുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഡീബഗറിൽ പഠിക്കാനുള്ളത്. ഇനിയും അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് സിമുലേറ്റർ എന്ന ടൂളാണ്. ഇത് കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി എക്സാമിന് ഇത് ചോദിച്ചിരുന്നു. സിമുലേറ്ററും എമുലേറ്ററും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി 4 മാർക്കിന് ചോദിച്ചിരുന്നു. ഇനി നമുക്ക് അവശേഷിക്കുന്ന രണ്ട് ടൂൾസാണ്. ഒന്ന് സിമുലേറ്റർ, മറ്റൊന്ന് എമുലേറ്റർ. സിമുലേറ്റർ എന്നാൽ അത് ഒരു സോഫ്റ്റ്വെയർ ടൂൾ തന്നെയാണ്. ഡീബഗിങ്ങിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഇവിടെ നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷനെ ഒന്ന് സിമുലേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ സെക്ഷനെ മാത്രമാണ് നമ്മളിവിടെ സിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേ റിസൾട്ട്. ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. പിന്നെ ഡിബഗറിൽ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷനും ഉണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്രേക്ക് പോയിൻറ്റ് എക്സിക്യൂഷൻ പോസിബിളാണ്. അതായത് കുറേ ഇൻസ്ട്രക്ഷനുകൾ കഴിഞ്ഞ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിന് പകരം ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം അടുത്ത ഗ്രൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് പോയിൻറ്റ്. ആ എക്സിക്യൂഷന് പറയുന്ന പേരാണ് ബ്രേക്ക് പോയിൻറ്റ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. മറ്റൊന്ന് ഡിസ്പ്ലേ ദ കണ്ടൻസ് ഓഫ് രജിസ്റ്റർ മെമ്മറി. അതായത് ഈ എക്സിക്യൂഷനൊക്കെ നടക്കുമ്പോൾ അതേ സമയം തന്നെ നമുക്ക് ബാക്കിയുള്ള രജിസ്റ്ററുകളിലും മെമ്മറികളിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഡേറ്റകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറ്റ് എ ടൈം കണ്ടുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനും അത് തിരുത്താനും കഴിയുന്നതാണ്. ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓൾസോ ഗിവ്സ് ദ പ്രോഗ്രാമർ എ ബെറ്റർ ഫീൽ ഫോർ വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ പ്രോഗ്രാം. നമ്മൾ കണ്ടുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഡീബഗിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ, അതിനെ സിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെ കൃത്യമായിട്ട് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദ സിമുലേറ്റർ ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു പെർഫോം ആക്ച്വൽ IO ഓർ ഇൻറ്റേർണൽ ഹാർഡ്വെയർ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനുകളൊന്നും ഇതിന് നടത്താൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പം അതിൻ്റെ പെർഫോമൻസിനെ നമുക്ക് വിലയിരുത്താനായിട്ട് ഇവിടെ സാധ്യമല്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് എമുലേറ്റർ. എമുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അത് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. കാരണം ഇവിടെ സോഫ്റ്റ്വെയറും വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഹാർഡ്വെയറും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസിനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തി അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ സാധിക്കും. ഇത് ഡീബഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, ടെസ്റ്റിങ്ങിന് വേണ്ടി ഡീബഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ മാത്രമല്ല, ഫൈനലി നമ്മൾ എല്ലാം ക്രിയേറ്റ് ചെയ്ത പുതിയൊരു സോഫ്റ്റ്വെയർ മാത്രമല്ല, ആ സോഫ്റ്റ്വെയർ വെച്ച് ഉപയോഗിക്കുന്ന മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിനെ കൂടി നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് മൾട്ടി കോർ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് എമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഹാർഡ്വെയറിനെയും കൂടെ നമ്മൾ സിമുലേറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും എന്തെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഡിവൈസാണ് എമുലേറ്റർ. അതിന് ഒരു കണക്ടർ ഉണ്ടാകും. അത് ആ കണക്ടർ ഒരു കേബിളിൻ്റെ രണ്ടറ്റത്തായിട്ട് 2 കണക്റ്റേഴ്സ് ഉണ്ടാകും. ഒരെണ്ണം നേരിട്ട് മൈക്രോ പ്രൊസസ്സറുമായിട്ട് കണക്ട് ചെയ്യും, മറ്റൊന്ന് പേഴ്സണൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ടെസ്റ്റിങ് അവിടെ പോസിബിൾ ആകുന്നത്. എമുലേറ്റർ അതിന് ശേഷം ഇവിടെ നമുക്ക് ആ മെമ്മറി ലൊക്കേഷനിലും അതുപോലെ രജിസ്റ്ററുകളിലും ഒക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് അറിയാൻ പറ്റും. ഇവിടെയും സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ പോസിബിളാണ്. ബ്രേക്ക് പോയിൻറ്റുകൾ കൊടുത്തിട്ട് ഉള്ള എക്സിക്യൂഷനും പോസിബിളാണ്. അപ്പോൾ സിമുലേറ്ററിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും പോസിബിളാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ്വെയറിനെ കൂടി ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്ത് രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഈ എക്സിക്യൂഷനൊക്കെ നടക്കുമ്പോൾ രജിസ്റ്ററുകളിലും അതിൻ്റെ ഫ്ലാഗുകളിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അതിനെ ട്രേസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെയൊക്കെ സ്നാപ്ഷോട്ട് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയും അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് പരിശോധിക്കാൻ വേണ്ടിയൊക്കെ ആ ഒരു സ്നാപ്ഷോട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ നമുക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. Another powerful feature of an emulator is the ability to use either development system memory or memory on the hardware under test for program that is being debugged. അതായത് ഇവിടുത്തെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമുലേറ്ററിനേക്കാൾ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മെമ്മറി യഥാർത്ഥത്തിൽ നമ്മൾ വർക്ക് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയറിൻ്റെ മെമ്മറി തന്നെ നമുക്കിവിടെ ഉപയോഗിച്ച് ചെയ്യാം. അതല്ലാതെ നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് സിമുലേറ്റർ വെച്ചിട്ടും പോസിബിളാണ്. പക്ഷേ എമുലേറ്റർ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിൻ്റെ തന്നെ മെമ്മറിയിൽ തന്നെ നമുക്ക് ഓപ്പറേഷൻസ് നടത്തി അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നും വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടൂൾസിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.